രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെയുള്ള ഒരു രാജ്യത്ത് അഭിപ്രായം പറയുന്നതിൻ്റെ പേരിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൃഥ്വിരാജ് മാത്രമല്ല, വേടൻ പിന്നെ പിന്തുടർന്ന് പിടിക്കുകയാണ്. പൃഥ്വിരാജിന് പിന്നെ അത്യാവശ്യം ജാതിവാലൊക്കെ ഉള്ളത് കൊണ്ടും മേനോച്ചി കല്യാണം കഴിച്ചത് കൊണ്ടൊക്കെ ചില പ്രിവിലേജസ് ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേടൻ അതൊന്നുമില്ല. അപ്പോൾ വേടനിക്കാണെങ്കിൽ നെഗറ്റീവ് വശങ്ങൾ കുറേ ഉണ്ട്. കാരണം അവിടുന്ന് വന്ന ഈഴം ദേശവാസിയായ അമ്മ, അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല വ്യക്തത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഴം ദേശവാസികളാണ് ഇവിടെ അധികം. 23% വരുന്ന കേരളത്തിലെ ഒരു സമൂഹം ഒന്നടങ്കം ഈഴം ദേശവാസികളാണ്, അതായത് ഈഴവാസ്, ശ്രീലങ്കൻസ്. അപ്പം നമ്മൾ ചരിത്രമൊന്നും പറയുന്നില്ല, അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈഴവാസ് എല്ലാം കൂടെ എന്നെ അടിക്കാൻ വന്നാലും വന്നപ്പോൾ നവോത്ഥാനം ആദ്യം ചിന്തിച്ചത് കൊണ്ടുവന്നതും അവരൊക്കെ തന്നെയാണ്. ഈ നാട്ടിലുള്ളവർ, ഈ നാട്ടിൽ ജീവിച്ചിരുന്നവർ ആദിവാസി സമൂഹമാണ്. അവർക്ക് തങ്ങൾ അടിമകളാണെന്ന് ബോധമില്ല. അതിൻ്റെ തെളിവ് വേണമെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു കാര്യം കൂടെ അതിനെ ഒന്ന് ടാലി ചെയ്യാം. ഓണം വരികയാണ്. ഓണം വന്ന സമയത്ത് തമ്പ്രാട്ടി കാണാൻ വേണ്ടി തമ്പുരാക്കനിക്കും ഒക്കെ പിന്നെ എന്തോ നിവേദ്യം കൊടുക്കാനായിട്ട് കാട്ടിലുള്ള എല്ലാ പൊരുളുകളും കൊണ്ട് ചുമന്നുകൊണ്ട് വരികയാണ്. നമ്മൾ സാധാരണ കുടുംബത്തിലുള്ളവരെ കാണാൻ പോകുമ്പോഴും അങ്ങനെ കൊണ്ടുവരുമെന്ന് പറയും. പക്ഷേ ആദിവാസികൾ എന്തായാലും തമ്പ്രാട്ടി കുടുംബത്തിലുള്ളവരല്ലല്ലോ. അപ്പോൾ അവർ കൊണ്ടുവന്നത് കൊടുക്കുകയാണ്. അതൊരു ചടങ്ങാത്രേ. അതാണ്, താൻ അടിമയാണ്, താൻ ഇതൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് അവർക്ക് തിന്നാൻ കൊടുക്കണം, അവർ ഉടമയാണ്, അവർ ഇരുന്ന് കൊണ്ടിരുന്ന് തിന്നും എന്നൊരു ടൈം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്ന പ്രശ്നം പാലക്കാട് നഗരസഭയുടെ മേലധികാരിയായ മാട കൊണ്ട് കൊടുത്ത ഒരു വിശേഷം. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയില്ല. 2014 ശേഷം നമ്മൾ കണ്ടുവരുന്ന ഒരു വിരോധാഭാസമാണല്ലോ ED ആൻഡ് JED ആൻഡ് BED ഒക്കെ. BD സിഗരറ്റും ഒക്കെ 2014 ശേഷമാണ് പ്രശസ്തി നേടിയത്. ഇതിന് മുമ്പും ഈ ഏജൻസികളൊക്കെ ഇവിടെ ഉണ്ട്. NIA പിന്നെ പണ്ടേനേ ഉണ്ട്. പക്ഷെ അതിനൊരു ഗാംഭീര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് കൊച്ചുള്ളവരുടെ അടുത്ത് പറയുന്ന കണക്ക് നിന്നെ ഞാൻ മാക്കാച്ചി പിടിപ്പിക്കും, നിന്നെ ഞാൻ പേക്കാച്ചി പിടിപ്പിക്കും എന്നൊക്കെ പറയുന്നത് പോലെയാണ്. നിന്നെ NIA പിടിക്കും, DD പിടിക്കും, ED ചോദ്യം ചെയ്യും എന്നൊക്കെയാണ്. ഒരു 2 വർഷം മുമ്പ് എനിക്കും ഇതേ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാര്യം പറയാം, ഗുജറാത്തിൽ നടന്ന കൂട്ടക്കൊല അത് ഒരു വംശഹത്യയായിരുന്നു എന്ന് ഏത് കുഞ്ഞുകുട്ടിക്കും ഇപ്പം മനസ്സിലാകുന്ന രീതിയിൽ ഒരു സിനിമ കൂടെ ഇറങ്ങിയപ്പോൾ പൂർണ്ണമായി. ആ വിഷയത്തിൽ ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തന്നെ ആ 11 നരാധമന്മാരെ പുറത്തേക്ക് വിടുന്ന ഒരു രീതി ഇപ്പോഴത്തെ സർക്കാർ കാണിച്ചു. വേറെ ആർക്കും തോന്നാത്ത ഒരു തരം പ്രത്യേകതരം. ബ്രാഹ്മണനെ കൊല്ലുന്നത് പാപമാണത്രേ. ബ്രാഹ്മണന് ബലാത്സംഗം ചെയ്യാം, പെണ്ണുങ്ങളെ തറയിലടിച്ച് കൊല്ലാം, വയറ് കയറി ശൂലം കുത്തി കൊച്ചുങ്ങളെ പുറത്തെടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ബ്രാഹ്മണന് ചെയ്യാം. പക്ഷെ ബ്രാഹ്മണനെ കൊല്ലുന്നത് പാപമത്രേ. അതുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുത്തവരെ പുറത്തേക്ക് വിടാൻ തയ്യാറാവുകയാണ് ചെയ്തത് സർക്കാർ. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം, ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ മാന്യൻ പെണ്ണിനെ, അതും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ഒന്നും കളഞ്ഞിട്ടില്ല, മരിച്ചു പോകുന്നതായിരുന്നു അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ഇത്രയും വേദന ഒരു പെണ്ണിന് സഹിക്കേണ്ടി വരിക എന്നുള്ള ലോകത്തൊരു സ്ത്രീയും അനുഭവിക്കാത്ത വേദനകളിൽ കൂടെ സഞ്ചരിച്ചവളാണ് ബിൽക്കീസ് ബാനു. അവൾ ജീവിച്ചിരിക്കെ അവൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ചെറിയ വിവരണം തരാം. ഇവരെ വീടുകളിൽ ആക്രമിക്കാൻ അവിടെ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നുള്ള ചെറിയ വിവരം കിട്ടിയപ്പോൾ തന്നെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. സ്ത്രീകളെയും ഗർഭിണികളായ സ്ത്രീകളെയും അമ്മമാരെയും ഒക്കെ കൺസേൺ ചെയ്തുകൊണ്ട് അവരെ തന്നെ കൂട്ടത്തോടെ അവർ മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. അടക്കളം കൊടുത്ത വീട്ടുകാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി അതിഭീകരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന കുറേ പെൺകുട്ടികൾ. അവർ എവിടെ പോയാലും ഒന്നും നടക്കും. സഞ്ജീവ് ഭട്ട് ഉൾപ്പെടെയുള്ളവരൊക്കെ ജയിലിലാണെന്ന് ഓർത്തോണം. കാരണം അവിടേക്ക് ഒരാൾക്കും എത്തിപ്പെടാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെയെല്ലാമോ രക്ഷപ്പെട്ട് അതിൽ നിന്ന് മുന്നേറി വന്ന് കരകയറി ഇവർക്കെതിരെ പിന്നെ മൊഴി കൊടുത്ത് അവരെ ശിക്ഷ വിധിച്ച് അവരെ ജയിലിൽ അടച്ച ഒരു സാഹചര്യത്തിൽ ആ സ്ത്രീയുടെ ജീവൻ ഇന്നും ഭീഷണി നിൽക്കുകയാണ്. എന്നിട്ട് പോലും ആ സ്ത്രീ ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചിരിക്കുന്നവർ എത്ര ഭയപ്പെടുത്തിയിട്ട് എന്ത് ബുദ്ധിമുട്ട് ചെയ്തിട്ട് അവർ മാറാൻ തയ്യാറാവാൻ നിൽക്കുന്നുണ്ട്. ഒരു ഗ്രേറ്റ് പേഴ്സൺ തന്നെയാണ്. പക്ഷേ അവരനുഭവിച്ച വിഷമം ഓർത്തു. തൻ്റെ കൺമുന്നിൽ തൻ്റെ ബന്ധുക്കൾ റേപ്പ് ചെയ്യപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. താനും റേപ്പ് ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം തൻ്റെ കൺമുന്നിൽ 3 വയസ്സുള്ള പിഞ്ചിളം പൈതലിനെ അടിച്ചു കൊല്ലുന്നത് കാണേണ്ടി വന്നു. ആരാണ്? ഇന്നലെ പോലും പശുവിനെ കറന്ന് പാല് കൊണ്ടുപോയി കൊടുത്ത ചാച്ച എന്ന് അവൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന അയൽവക്കക്കാരനായ ബ്രാഹ്മണനാണ്. ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ പ്രശ്നം നടന്നോ അവിടുന്ന് എത്രയോ ദൂരം പിന്നിട്ട് ഈ ഒരു ഏരിയ തന്നെ അവർ കൺസേൺ ചെയ്ത് അവിടെയുള്ള ആൾക്കാരുടെ സ്വത്തുവകകൾ അടിച്ചു മാറ്റുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. ആ പ്രോപ്പർട്ടികൾ അടിച്ചു മാറ്റുക. അവരെ എല്ലാം അവിടുന്ന് ഓടിക്കാൻ അവർ കണ്ടെത്തിയ ഒരൊറ്റ വഴി വംശഹത്യയാണ്. അതിൽ കൂടെ ഒരു രാഷ്ട്രീയമുണ്ടെന്നും ആ രാഷ്ട്രീയത്തിൽ കൂടെ ഉന്നതത്തിലെത്താമെന്നും നമുക്ക് കാണിച്ചു തന്നു നരേന്ദ്രമോദി എന്നുള്ളതാണ് വസ്തുത. മോദിക്കെതിരെ മിണ്ടിയാൽ കുറ്റം. മോദി ഒരു ഇന്ത്യൻ പൗരനാണ്, നമ്മുടെ ഒരു ജനപ്രതിനിധിയാണ്. അതിനപ്പുറം അയാൾക്കൊരു വാല്യൂ ഞാൻ കൊടുക്കുന്നില്ല, മറ്റാരും കൊടുക്കേണ്ടതുമില്ല. ഇന്ത്യൻ പൗരനായ നമ്മുടെ ജനങ്ങളുടെ പ്രതിനിധിയായ പ്രധാനമന്ത്രിയായ മോദി ഒരിക്കലും വിമർശനാതീതനല്ല. അദ്ദേഹം തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയാനുള്ള എല്ലാ ആർജവും ഇവിടെയുള്ള ഓരോ പൗരനും ഉണ്ടാകണം. കാരണം ഇവിടെ പ്രജകളല്ല, പൗരന്മാരാണ്. നമ്മുടെ അവകാശങ്ങൾ നമുക്കറിയില്ല എങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം നമ്മൾ തന്നെയാണ് ഏറ്റവും പരാജിതരെന്ന് പറയും. വേടനും മോദിയും തമ്മിലുള്ള ഫൈറ്റ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഘടനവാദിയാണ് വേടനെന്നും വേടൻ പറഞ്ഞത് ഒരു കപട ദേശീയവാദിയാണ് നരേന്ദ്രമോദി എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മോദി എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ്, വംശം. ആ വിഭാഗത്തിനെ അവഹേളിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ പോലും പിടിച്ച് അകത്താക്കിയിട്ട് അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ടായിരുന്നു. അവർക്കെതിരെ മിണ്ടാനൊക്കത്തില്ല, അവരെ പറ്റി പറയാനൊക്കത്തില്ല. പക്ഷേ നിരന്തരമായി ഈ രാജ്യത്തെ പൗരന്മാരായ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും അവഹേളിക്കുകയും വല്ലാണ്ട് ഉപദ്രവിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദേശീയവാദി, ഏതെങ്കിലും ഒരു
നമ്മളെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ രാജ്യത്തെ മറ്റൊരു പൗരനെ ആക്രമിക്കാൻ പറയും. നമ്മുടെ രാജ്യത്തെ പൗരൻ മറ്റൊരു പൗരൻ ആക്രമിക്കപ്പെടുമ്പോൾ എന്ത് തന്നെയായിരുന്നാലും അതിന് അഗൻസ്റ്റ് നിൽക്കത്തില്ല. 5 കൊല്ലം മുമ്പ് വേടൻ പാടിയ പാട്ടിനെ ഇന്ന് പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമല്ലേ? ആദ്യമൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഈ വിജയൻ, നമ്മുടെ പിണറായി വിജയൻ ആണല്ലോ ഇവനെ പിടിച്ചത്. അയാൾക്ക് എന്താ എത്ര ദേഷ്യം? സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ഇതൊക്കെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, പിന്നെന്താ അവർക്ക് എന്താ എത്ര ചൊറിച്ചിൽ? ഇവരൊക്കെ ജാതിക്കെതിരെ ജാതീയതയ്ക്കെതിരെ സംസാരിക്കുന്നവരല്ലേ, അവർക്ക് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അത് മാറി. മകൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു മകൾ നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെല്ലാം കഷ്ടപ്പെടണമെന്ന ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ മാൻഡ്രൈ കളിയൽ. അല്ലെങ്കിൽ പിന്നെന്തുവാ? ഞാൻ ഈ കൂട്ടത്തിലില്ല, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന ഒരു സീനാണ് പുള്ളി സംഘടിപ്പിച്ച ഒരു ഗവൺമെൻറ് പ്രോഗ്രാമിലേക്ക് വേടനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതായത് എനിക്ക് വേടനെടുത്ത് പ്രശ്നമൊന്നുമില്ല, പക്ഷേ എനിക്ക് വേറെ വഴിയില്ല എന്ന ഒരു ടേമായിരുന്നു ഞാൻ അതിനകത്ത് കണ്ടത്. അത് സത്യവുമാണല്ലോ. അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹം ഭരിക്കുന്ന ഒരു സർക്കാരും അവർ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിലേക്ക് വേടനെ വിശിഷ്ടാതിഥിയായി ക്ഷണിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, മറ്റവരുടെ അടുത്ത് റാൻ മൂളി നിന്നാലേ ഇപ്പോഴത്തെ സെക്ഷൻ നടക്കാൻ പറ്റും. രാജിവെച്ച് പുറത്തു പോകേണ്ട ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് മാൻഡ്രയ്ക്കുള്ളതെന്നാണ് വ്യക്തത. ശരിയാണ്, നമ്മുടെ പാർട്ടിയാണ്, നമ്മളും അതൊക്കെ വിശ്വസിക്കുന്ന പാർട്ടി തന്നെയാണ്. പക്ഷേ വളരെ അപമാനകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയൊരു ദുരവസ്ഥയാണ് ഇതിൽ കൂടെ വെളിയിൽ വരുന്നത്. കാരണം അവർക്ക് മനസ്സിലാകുന്നില്ലേ എന്തോ, ഒരാളുടെ പേഴ്സണൽ ഇഷ്യൂവിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുകയാണ്, പാർട്ടിയുടെ മുഖം വൈകൃതമാവുകയാണ്. പാർട്ടി മുന്നോട്ട് വെച്ച എന്ത് ആശയമാണോ അതിൻ്റെ നേർവിപരീതമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് സത്യം എന്നെ ഇതൊക്കെ കൊണ്ട് മനസ്സിലാകുന്നത്. വേടൻ ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്ത, ഇഡിക്ക് കംപ്ലയിൻറ്റ്, NIA ക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത ആ സ്ത്രീ പാലക്കാട്ട് കൗൺസിലറാണ്. അവർ നടത്തിയ ഒരു കാര്യം അതിനെക്കാട്ടി വലിയൊരു കോമഡിയാണ്, അട്ടർ കോമഡി. അതായത് നായർ സമുദായത്തിന് വേണ്ടിയിട്ട് പൊതു ശ്മശാനത്തിൽ ഒരു പ്രത്യേക സ്ഥലം മാറ്റി വരണം. ജാതീയത ഇല്ലാന്ന് വായ്ത്തോരാതെ പറയുന്നുണ്ട്. കേൾക്കണം, കേട്ടോളൂ. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ജാതീയത എവിടെയാണുള്ളത്, അടിമത്തം എവിടെയാണുള്ളത്? അദ്ദേഹം അതിനകത്ത് വളരെ ഹൈലൈറ്റ് ചെയ്ത് അടിമത്തത്തെക്കുറിച്ച് പറയുന്നു. അടിമത്തം എന്നേ നമ്മുടെ മഹാനായ അംബേദ്കർ നിർത്തിയിട്ടുള്ളതാണ്. അപ്പൊ മഹാനായ അംബേദ്കർ ഇതൊക്കെ മാറ്റിയിട്ടുന്നു. മഹാനായ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന അനുസരിച്ചിട്ട് ജാതി വ്യത്യാസം, വർണ്ണവ്യത്യാസം ഇതൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. അങ്ങനെ ശവത്തിന് പോലും ജാതി ഉണ്ടെന്ന് ഒരു തെളിവോടുകൂടി അവർ തന്നെ ചെയ്ത ഒരു പ്രവൃത്തി ഇവിടെ നിലനിൽക്കുമ്പോഴാണ് അവർ ഈ വർത്തമാനം പറയുന്നത്. വിഷയം വേടൻ തന്നെയാണ്. വേടൻ ഉന്നയിക്കുന്ന വിഷയം ഭീകരവും ഭയാനകവുമാണ്. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടക്കുന്ന സംഗതി. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ചോവന് പോലും അവിടെ എന്തിനാ കഴകക്കാരനായിട്ട് പോലും പോസ്റ്റ് കിട്ടുന്നില്ല. കഴകക്കാരനായിട്ട് വന്നാൽ പോലും ദൈവം എഴുന്നേറ്റ് ഓടുമെന്നാണ് പറയുന്നത്. ശിവപ്രതിഷ്ഠ നടത്തിയ നാരായണ ഗുരുവിന് പോലും ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കേണ്ടി വന്ന ഗതികേട് നമ്മുടെ രാജ്യത്താണ്. ഇതെന്തുകൊണ്ടാണ് പ്രശ്നം എന്നറിയാമോ? വേടൻ പറയുന്നത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്നത് മാത്രവുമല്ല, വേടൻ ഒരു ബുദ്ധിമുട്ടായി അവർക്ക് തോന്നി. രാഷ്ട്രീയം പറയാൻ തുടങ്ങി വേടൻ. രാഷ്ട്രീയമായി വേടൻ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ വസ്തുതാപരമായ ആളുകളിലേക്ക് എത്തുകയും അവരത് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരിവിടെ ഊന്നി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ വിത്തുണ്ടല്ലോ, ആ വിത്ത് ഇവിടെ പാകാൻ പറ്റത്തില്ല. അത് വേടൻ എടുത്ത് ദൂരെ കളയും. വേടൻ ഒരാൾ വിചാരിച്ചാൽ മാത്രം പിഴുതെറിയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അവർ കൊണ്ടുവച്ച ആ വിത്ത് എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. കമ്മ്യൂണിസം നശിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് പിന്നെ നിലനിൽപ്പില്ല. ഈ 2 കാറ്റഗറിയും കഴിഞ്ഞ് സ്വതന്ത്രനായ ഒരാൾ ഒരു കാര്യം പറയുന്നത് അത് വേടനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. വേടൻ ഉണ്ടാക്കുന്ന ക്രൗഡ് അവരെ ഭയപ്പെടുത്തുന്നു. അവർ ദ്രാവിഡരാണോ അല്ലെങ്കിൽ എന്താ ഗോത്രീയ വംശജരാണോ? അവർ തൊലയൽ പാണൻ പറയണൊക്കെയാണോ? അവരതിൽ നിന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ആ മൊത്തത്തിൽ വേടൻ ഒരു വലിയ വിഷയമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ആർക്കാണ്? 2014 മുമ്പില്ലാത്ത പ്രത്യേകതരം ഏജൻസികൾ ഉടലെടുക്കുന്നു. 2014 മുൻപ് വരെ നമുക്കാർക്കും ദേശസ്നേഹമില്ല. 2014 ശേഷം നമ്മൾ ദേശദ്രോഹികളായി, ദേശസ്നോഹികളും ദേശദ്രോഹികളും ഒക്കെ ആയി മാറുകയാണ്. നമ്മൾക്ക് ആരെയും വിമർശിക്കാൻ പറ്റുന്നില്ല, അഭിപ്രായം പറയാൻ പറ്റത്തില്ല, ആവിഷ്കാരം തീർത്തും പറ്റത്തില്ല. ആകെ മൊത്തത്തിൽ ജനാധിപത്യമേ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂച്ചയ്ക്കാർ മണികെട്ടു എന്ന് വെച്ചാൽ ആരുമില്ല, ആരെ കൊണ്ട് പറ്റൂല എന്നുള്ളത് വസ്തുത. ഏതായാലും ഈ വിഷയത്തിൽ തുടർന്നും വീഡിയോ ചെയ്യേണ്ട ഗതികേടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വേടനെ ആക്രമിക്കുന്നവരുടെ ആ എണ്ണം ഇങ്ങനെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പൊതുബോധം ഉണ്ടാക്കി കൊടുക്കുകയും നിയമവ്യവസ്ഥയെപ്പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ചെറിയ ഗതികേടിൽ നമ്മളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിക്ചർ നന്നായി ക്ലിയറായി. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ആയിരുന്നു എന്നുള്ളത് വ്യക്തമായി. അത് കമ്മ്യൂണിസം അല്ലായിരുന്നു എന്നുള്ളത് അവർ കൈകഴുകിയപ്പോൾ മനസ്സിലായി. പിന്നെ ആരായിരുന്നു എന്നുള്ളത് ഇപ്പോൾ സംസാരിക്കുന്നവരുടെ ഒരു നിലവാരമൊക്കെ വെച്ചിട്ട് മനസ്സിലായി. ആകെ മൊത്തത്തിൽ വേടൻ ശബ്ദിക്കാതാവുക എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. പക്ഷെ മണ്ടന്മാരാണെന്ന് ഞാൻ പറയും, മിണ്ടാതങ്ങിരുന്നാൽ മതിയായിരുന്നു. പകരം അവനെ ആക്രമിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നശിപ്പിക്കപ്പെട്ടത് ഇവരുടെ തന്നെ ക്രെഡിബിലിറ്റിയാണ്. ഇവരെന്ത് പുറത്തേക്ക് അറിയരുതെന്ന് ആഗ്രഹിച്ചോ ആ സാധനം വിളിച്ചു പറയുകയാണ് എല്ലാവരും എന്നുള്ളതാണ് വസ്തുത. നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ അകത്ത് പോകുമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം, ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ എടുക്കും. കാരണം വിമർശിക്കപ്പെടാൻ എല്ലാവരെയും വിമർശിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ. ആരെയും വിമർശിക്കാം, പക്ഷേ അത് അവഹേളനമാകരുത് എന്നുള്ളത് വസ്തുത. ഈ അവഹേളനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറി വിളിക്കൽ ആണെങ്കിൽ ചിലരെയൊക്കെ തെറി വിളിച്ചാലേ ബോധം വരുവളരെ. അതുകൊണ്ടാണ് നരേന്ദ്രമോദി വിമർശിക്കാൻ പാടില്ലെന്ന് ഏത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഭരണഘടനയിൽ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടോ? ഒരിക്കലുമില്ല. ഈ ഇംപീച്ച്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ സെക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയും കുറേ ഇതുണ്ട്. എവരിത്തിങ്, എല്ലാവർക്കും ഒരു മൂക്കുകയറുണ്ട് എന്നുള്ളതാണ്.
അതാണ് ജനാധിപത്യം. ജനങ്ങളാൽ നിയോഗിക്കപ്പെട്ട ആളാണ് അവിടെ ഇരിക്കുന്നതിനപ്പുറം അയാൾ രാജാവാണെന്ന് ചിന്തിക്കുന്ന സംഘികളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഘികൾക്ക് എന്നും അവർ രാജാവും നമ്മൾ പ്രജകളുമാണ്. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഇവിടെ പ്രജകളില്ല, പൗരന്മാരാണ്, അവകാശബോധമുള്ള പൗരന്മാർ. ആ ബോധം ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നുള്ളതാണ് വേടൻ ചെയ്യുന്ന എഫർട്ട്. അത് തീർച്ചയായിട്ടും വേണ്ട കൃത്യമായ സമയത്ത് തന്നെയാണ് പയ്യനത് ചെയ്യുന്നത്. ചിലപ്പോൾ ആരെങ്കിലും അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കാം. സുഡാപ്പികളോ മുടാപ്പികളോ കോൺഗ്രസ്സുകാരോ ഒക്കെ ആണെന്നല്ലേ അവർ പറയുന്നത്. ശരിയായിരിക്കാം, ചെയ്യിക്കുന്നതായിരിക്കാം. എനിക്ക് പക്ഷേ തോന്നിയത് ഒരു വലിയ ശക്തിയാണ് അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്നാണ്. ധൈര്യസമേതം മുന്നേറാനുള്ള എല്ലാ ഐക്യദാർഢ്യവും ഞാൻ പ്രഖ്യാപിക്കുന്നു. ബിക്കോസ് അയാൾ ഒറ്റയ്ക്കല്ല. അത് അയാൾ കൂട്ടുന്ന, അയാൾ സംഘടിപ്പിക്കുന്ന ഏത് ഫംഗ്ഷനിലുള്ള ജനപ്രവാഹം കണ്ടാൽ മാത്രം മനസ്സിലാക്കാവുന്നല്ലോ. യൂസ് യുവർ ബ്ലഡി കോമൺ സെൻസ് യാർ, ദാറ്റ്സ് ഇറ്റ്. ഈ വിഷയത്തിൽ ഇനിയും പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കാര്യം ഞാൻ ഇപ്പം പറയുന്നില്ല. പക്ഷെ ഒന്ന് മാത്രം പറയാം, വേടൻ തനിച്ചല്ല. വേടനെ തനിച്ചാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വേടൻ തനിച്ചല്ല. ഓക്കെ, അഭിഷേകം.